Hi students, in this video we are going to discuss the next topic of module 3, that is parameter passing. So in the previous lecture we have discussed what do we mean by a subroutines and what are the different types of subroutine, that is functions and procedures, and what is the difference between them. Okay, now we already discussed what do you mean by a function call, a function declaration and a function prototype. Okay, so in the case of function call, if we pass parameters, then such subroutines are called parameterized subroutines. ഓക്കെ, നമ്മൾ ഫങ്ഷൻ കോൾ ചെയ്യുന്ന ടൈമിൽ നമ്മൾ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സബ്റൂട്ടീൻസിനെയാണ് നമ്മൾ പാരാമീറ്ററൈസ്ഡ് സബ്റൂട്ടീൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ഫങ്ഷനെ കോൾ ചെയ്യുമ്പോൾ ആ കോളിൽ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്നും അതേ കണക്ക് ഫങ്ഷൻ ഡെഫിനിഷനകത്ത് നമ്മൾ കൊടുത്തിരിക്കുന്ന പാരാമീറ്റേഴ്സിനെ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. Okay, so most subroutines are parameterized. The parameter names that appears in the declaration of a subroutine are known as formal parameters. Okay, അപ്പം നമ്മുടെ ഫങ്ഷൻ്റെ ഡിക്ലറേഷൻ അല്ലെങ്കിൽ ഫങ്ഷൻ ഡെഫിനിഷനകത്ത് വരുന്ന പാരാമീറ്റേഴ്സിനെ നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സ് എന്നും, and variables and expressions that are passed to the subroutine in a particular call are known as actual parameter. നമ്മൾ സബ്റൂട്ടീനെ അല്ലെങ്കിൽ ഫങ്ഷനെ കോൾ ചെയ്യുന്ന ടൈമിൽ ആ കോളിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പാരാമീറ്റേഴ്സിനെ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ആക്ച്വൽ പാരാമീറ്റേഴ്സ് ആർ ഓൾസോ ടേംഡ് ആസ് ആർഗ്യുമെൻറ്റ്സ്. നൗ വി ഹാവ് ടു ഡിസ്കസ് ഡിഫറെൻറ്റ് മെക്കാനിസം ഫോർ passing these parameters. Okay, that is parameter passing mechanism have three basic implementations. ഓക്കെ, ഈ ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്ന ഈ ഒരു മെക്കാനിസം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 3 മെത്തേഡ്സ് ആണ് ഉള്ളത്. ഓക്കെ, ഫസ്റ്റ് ഇറ്റ് ഈസ് ടേംഡ് ആസ് വാല്യൂ, സെക്കൻഡ് ഇസ് ടേംഡ് ആസ് റെഫറൻസ് മെത്തേഡ്, തേർഡ് വൺ ഇസ് ക്ലോഷർ ഓർ നെയിം മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് വാല്യൂ മെത്തേഡ്, നെക്സ്റ്റ് ഇസ് റെഫറൻസ് മെത്തേഡ് ആൻഡ് ദ തേർഡ് വൺ ഇസ് ക്ലോഷർ ഓർ നെയിം മെത്തേഡ്. ഓക്കെ, ഡിഫറെൻറ്റ് പാരാമീറ്റർ പാസിംഗ് മോഡ്സ് എന്ന് വെച്ചാൽ ഓരോ ലാംഗ്വേജസും യൂസ് ചെയ്യുന്ന മോഡുകൾ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സം ലാംഗ്വേജസ് സച്ച് ആസ് സി, Fortran, ML and Lisp define a single set of rules that apply to all parameters. Okay, whatever the parameters may be, അവരെല്ലാവരും ഒരു സെറ്റ് ഓഫ് ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഫോളോ ചെയ്യുന്നത്. മീൻസ് ഏതൊക്കെ ലാംഗ്വേജ്, സി, ഫോർട്രാൻ ആൻഡ് ML ആൻഡ് ലിസ്പ്. മീൻസ് ഇത് ഈ ലാംഗ്വേജസ് എല്ലാം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ദർ പാരാമീറ്റർ പാസിംഗ് മെത്തേഡും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഐദർ ഇറ്റ് ബൈ മീൻസ് ഓഫ് വാല്യൂ ഓർ ഇറ്റ് ബൈ മീൻസ് ഓഫ് റെഫറൻസ് ഓർ ഇറ്റ് ബൈ മീൻസ് ഓഫ് ക്ലോഷർ ഓർ നെയിം. Then other languages including Pascal, Modula and Ada provide 2 or more set of rules corresponding to different passing parameter modes. Okay, അപ്പം ദ ലാംഗ്വേജസ് സെറ്റ് ആസ് പാസ്കൽ, മോഡുല ആൻഡ് അഡ, ഈ പറഞ്ഞ ലാംഗ്വേജസ് ഒന്നും ഒരു സിംഗിൾ സെറ്റ് ഓഫ് റൂൾസ് അല്ല, അവർക്ക് മോർ ദാൻ 1 മെത്തേഡ്സ് യൂസ് ചെയ്യാം. ഓക്കെ, നൗ ഈ പാരാമീറ്റർ പാസ് ചെയ്യാൻ വേണ്ടി മെയിൻലി നമ്മൾ എപ്പോഴും ഡിസ്കഷനകത്ത് വെക്കുന്നത് 2 മോഡ്സ് ആണ് വെക്കുന്നത്. ഐദർ വി ക്യാൻ പാസ് ബൈ വാല്യൂ ഓർ വി ക്യാൻ പാസ് ബൈ റെഫറൻസ്. പാസ് ബൈ വാല്യൂ ഓർ പാസ് ബൈ റെഫറൻസ്, ഇവരെ തന്നെയാണ് നമ്മൾ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത്. കാരണം കോളിനകത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ച്വൽ പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നത്. ആ പാസ് ചെയ്യുന്ന മോഡാണ് ഒന്നുകിൽ വി മേ പാസ് ഇറ്റ് ബൈ വാല്യൂ ഓർ വി മേ പാസ് ഇറ്റ് ബൈ റെഫറൻസ്. ഓക്കെ, സോ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് പാസ് ബൈ വാല്യൂ, കോൾ ബൈ നെയിം എന്ന് പറയുന്നത് അല്ലെ കോൾ ബൈ റെഫറൻസ് എന്ന് പറയുന്നത് തന്നെയാണ് കോൾ ബൈ പാസ് ബൈ റെഫറൻസ്. ഓക്കെ, അപ്പം മെയിൻലി നമ്മൾ പറയുമ്പോഴത്തേക്ക് ദിസ് പാസിങ് പാരാമീറ്റേഴ്സിനെ പാസ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ 3 മെക്കാനിസം യൂസ് ചെയ്യും. ഫസ്റ്റ് എന്ന് പറയുന്നത് യൂസിങ് വാല്യൂ മെത്തേഡ് യൂസ് ചെയ്യും. സെക്കൻഡ് വൺ ഇസ് റെഫറൻസ് മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. തേർഡ് മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ക്ലോഷർ ഓർ നെയിം മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ജനറലി നമ്മൾ ഓൾമോസ്റ്റ് ഓൾ ലാംഗ്വേജസിൽ ഏതെങ്കിലും
രണ്ട് മെത്തേഡിൽ ഒരെണ്ണമായിരിക്കും യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഇസ് either വി മേ പാസ് ബൈ വാല്യൂ ഓർ വി മേ പാസ് ബൈ റെഫറൻസ്. പാസ് ബൈ നെയിം നമ്മളങ്ങനെ മെയിൻലി യൂസ് ചെയ്യാറ് ഇല്ല. മോസ്റ്റ് കോമൺ ആയിട്ട് വരുന്നത് കോൾ ബൈ വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ്. ഈ കോൾ ബൈ വാല്യൂ എന്ന് പറയുന്നത് തന്നെയാണ് പാസ് ബൈ വാല്യൂ കേട്ടോ. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം. ഓക്കെ, so in deep, suppose x is a global variable in a language and we wish to pass x as a parameter to a subroutine p. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്നത് ഒരു ലോക്കൽ വേരിയബിളാണ്. ഇനി ഞാൻ എന്താണ് ഈ നോട്ട് ലോക്കൽ വേരിയബിൾ, ഇറ്റ്സ് എ ഗ്ലോബൽ വേരിയബിൾ, ഒരു ഗ്ലോബൽ വേരിയബിളാണ്. നൗ ഐ വുഡ് ലൈക്ക് ടു പാസ് ദിസ് വേരിയബിൾ ടു എ സബ് റൂട്ടീൻ പി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടുന്ന സ്റ്റെപ്പാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, പി ഓഫ് എക്സ്. അപ്പം ഈ വേരിയബിളിൽ എനിക്ക് പാസ് ചെയ്യണം. ഐ ക്യാൻ ഐദർ പാസ് ആസ് വാല്യൂ ഓർ ഐ ക്യാൻ ഐദർ പാസ് ആസ് റെഫറൻസ്. ഒന്നെങ്കിൽ എനിക്ക് വാല്യൂ ആയിട്ട് പാസ് ചെയ്യും, അല്ലെങ്കിൽ എനിക്ക് റെഫറൻസ് ആയിട്ട് പാസ് ചെയ്യും. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് പാസ് ബൈ വാല്യൂ ആൻഡ് പാസ് ബൈ റെഫറൻസ്. ഓക്കെ, പാസ് ബൈ വാല്യൂ ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊസീജിയർ ആൻഡ് പാസ് ബൈ റെഫറൻസ് ആണെങ്കിൽ വാട്ട് ഈസ് ദ പ്രൊസീജിയർ. അതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. We may pass or we may provide p with a copy of x value or we may provide it with x address. ഓക്കെ, അപ്പം നമ്മുടെ സിനാരിയോ എന്ന് പറഞ്ഞത് പി എന്ന് പറഞ്ഞ പ്രൊസീജിയറുണ്ട്. ആ പിയിൽ എനിക്ക് എക്സ് എന്ന് പറഞ്ഞ ഗ്ലോബൽ വേരിയബിളിനെ പാസ് ചെയ്യണം. ദർ ആർ ടു ജനറൽ മെത്തേഡ്സ് ഓർ കോമൺ മെത്തേഡ്സ്. മെത്തേഡ് നമ്പർ 1 ഇസ് എന്താണ്, നമുക്ക് ആ എക്സ് എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിളിൻ്റെ ഒരു കോപ്പി നമുക്ക് പാസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ് ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് തന്നെ നമുക്ക് പാസ് ചെയ്യാം. ഓക്കെ, അപ്പം എക്സ് എന്ന് പറയുന്ന ഗ്ലോബൽ വേരിയബിളിൻ്റെ ഒരു കോപ്പിയാണ് ഞാൻ പാസ് ചെയ്യുന്നതെങ്കിൽ വി വിൽ ടേം ഇറ്റ് ആസ് കോൾ ബൈ വാല്യൂ. ഓക്കെ, ഇനി എക്സ് എന്ന് പറഞ്ഞ ഗ്ലോബൽ വേരിയബിളിൻ്റെ അഡ്രസ്സാണ് ഞാൻ അവിടെ പാസ് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ദെൻ ദാറ്റ് മെക്കാനിസം ഇസ് ടേംഡ് ആസ് കോൾ ബൈ റെഫറൻസ് ഓർ അഡ്രസ്. ഓക്കെ, സോ വിത്ത് വാല്യൂ പാരാമീറ്റർ, ദാറ്റ് ഈസ് നമ്മൾ കോൾ ബൈ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഈച്ച് ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഈസ് അസൈൻഡ് ഇൻ ടു ദ കറസ്പോണ്ടിങ് ഫോർമൽ പാരാമീറ്റേഴ്സ് വെൻ എ സബ്റൂട്ടീൻ ഇസ് കോൾഡ്. ഫ്രം ദെൻ ദ ടു ആർ ഇൻഡിപെൻഡൻറ്റ്. ഓക്കെ, അപ്പം പാസ് ബൈ വാല്യൂ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആക്ച്വൽ പാരാമീറ്റേഴ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് മാപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ ഓരോ കോപ്പി എടുത്ത് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കോപ്പി എടുക്കും. കോപ്പീനെ ആയിരിക്കും നമ്മൾ ഫോർമൽ പാരാമീറ്റേഴ്സിലോട്ട് പാസ് ചെയ്യുന്നത്. ആക്ച്വൽ പാരാമീറ്ററിലെ വാല്യൂ അതേ കണക്കിരിക്കും, അവരുടെ ഓരോ കോപ്പി എടുത്തിട്ട് നമ്മളത് ഫോർമൽ പാരാമീറ്ററിന് കൊടുക്കും. ഇനി എന്ത് ചേഞ്ചസ് ആ ഫങ്ഷൻ ആ സബ് റൂട്ടീൻ റൺ ചെയ്യുമ്പോൾ വരുന്നോ ആ ചേഞ്ചസ് എല്ലാം ആക്ച്വലി എവിടെ ആയിരിക്കും വരുത്തുന്നത്, ആ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ ഒരു കോപ്പിയാണല്ലോ നമ്മൾ ഫോർമൽ പാരാമീറ്ററിന് കൊടുത്തത്. അപ്പോൾ ആ കോപ്പിയിലായിരിക്കും കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തുന്നത്. ഒറിജിനൽ വാല്യൂ അവിടെ തന്നെ ഇരിക്കും. ആക്ച്വൽ പാരാമീറ്ററിലാണ് ഒറിജിനൽ വാല്യൂ ഉള്ളത്. ഇപ്പം അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും ഞാനെടുത്ത് ഫോർമൽ പാരാമീറ്ററിന് കൊടുക്കുന്നത്. അപ്പം ആ സബ് റൂട്ടീൻ വർക്ക് ചെയ്യുന്ന അനുസരിച്ച് ആ ഫോർമൽ പാരാമീറ്ററിലായിരിക്കും കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തുന്നത്. എന്ന് വെച്ചാൽ ആ കോപ്പിയിലായിരിക്കും കംപ്ലീറ്റ് ചേഞ്ചസ് വരുത്തുന്നത്. ആക്ച്വൽ പാരാമീറ്ററിൻ്റെ വാല്യൂ അതേപോലെ തന്നെ ഇവിടെ ഇരിക്കും. ഓക്കെ, അതാണ് എന്താണ് വാല്യൂ അല്ലെങ്കിൽ കോൾ ബൈ വാല്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. നൗ ഇനി ഞാൻ കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സ് ആയിരിക്കും ഞാൻ ഫോർമൽ പാരാമീറ്ററിന് പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെ ആകുമ്പോൾ എന്താണ്, ആക്ച്വൽ പാരാമീറ്റർ ഇരിക്കുന്ന ലൊക്കേഷനിലോട്ട് തന്നെയാണ് ഫോർമൽ പാരാമീറ്ററും പോയിൻ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ സബ് റൂട്ടീൻ റൺ ചെയ്യുന്ന ടൈമിൽ വാട്ട് എവർ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദ ഫോർമൽ പാരാമീറ്റേഴ്സ് മേ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് also. Why? Since both of them are pointing to the same location. Okay, is the concept clear? അപ്പം വിത്ത് റെഫറൻസ് കോൾ ബൈ റെഫറൻസ് ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ആക്ച്വലി ഗോയിങ് ഓൺ ദെയർ, അവിടെ എന്താണ് ആക്ച്വലി നടക്കുന്നത്, വി വിൽ പാസ് നമ്മുടെ ഫങ്ഷൻ കോളിൽ നമ്മൾ ആക്ച്വൽ പാരാമീറ്റേഴ്സിന് എന്നുവെച്ചാൽ ആ വാല്യൂവിനെ അതേ കണക്ക് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യും, വി ആർ പാസിങ് അഡ്രസ്.
ആക്ച്വൽ പാരാമീറ്റർ ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് ആ ലൊക്കേഷൻ്റെ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ ഫോർമൽ പാരാമീറ്ററിന് കൊടുക്കുന്നത്. സോ ഇൻ എഫക്റ്റ് both of them are pointing to the same location. ആക്ച്വൽ പാരാമീറ്റർ ഇരിക്കുന്ന ലൊക്കേഷനിലോട്ടാണ് ഫോർമൽ പാരാമീറ്ററും ചെയ്യുന്നത് പോയിന്റ് ചെയ്യുന്നത്. സോ നമ്മളെ സബ് റൂട്ടീൻ റൺ ചെയ്യുമ്പോൾ വാട്ട് എവർ ചേഞ്ചസ് ഒക്കേഴ്സ് ഇൻ ദ ഫോർമൽ പാരാമീറ്റേഴ്സ് മേ ഗെറ്റ് റിഫ്ലക്റ്റഡ് ഇൻ ദ ആക്ച്വൽ പാരാമീറ്റേഴ്സ് സിൻസ് ബോത്ത് ഓഫ് ദം ആർ പോയിന്റിങ് ടു ദി സെയിം ലൊക്കേഷൻ. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് വാല്യൂ മെത്തേഡ് എന്താ, കോൾ ബൈ വാല്യൂവിൽ എന്താ ചെയ്യുന്നത്, ആക്ച്വൽ പാരാമീറ്ററിൽ നമ്മൾ എന്താണോ പാസ് ചെയ്യാൻ വെച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മളെടുത്ത് ഫോർമൽ പാരാമീറ്ററിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വാട്ട് എവർ ചേഞ്ചസ് ദാറ്റ് ഒക്കേഴ്സ് ഡ്യൂറിങ് സബ് റൂട്ടീൻ execution, it may get reflected in the formal parameters only. Okay, and the actual parameters may kept as such without any changes. Okay, so various techniques എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ these are the various techniques used for parameter passing. Okay, first one is call by value. Call by value എന്ന് പറഞ്ഞാൽ എന്താ, we are copy ഗോയിങ് ഇൻ ടു ദി പ്രൊസീജിയർ. ഒരു നമ്മൾ അവിടെ ആക്ച്വൽ പാരാമീറ്റേഴ്സിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ പ്രൊസീജിയറിനകത്തോട്ട് പാസ് ചെയ്ത് പോകുന്നത്. കോൾ ബൈ റിസൾട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്, നമ്മുടെ അവിടെ എന്താണ് അവിടെയും ഒരു കോപ്പി ആയിരിക്കും നമ്മൾ പ്രൊസീജിയറിൽ നിന്നും ഔട്ട് എടുക്കുന്നത്. കാരണം ഇവിടെ കോൾ ബൈ റിസൾട്ട് എന്നാണ് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ദ റിസൾട്ട് ഓഫ് ദാറ്റ് സബ് റൂട്ടീൻ, അതിൻ്റെ ഒരു കോപ്പി ആയിരിക്കും നമ്മൾ പുറത്തോട്ട് എടുക്കുന്നത്. കോൾ ബൈ വാല്യൂ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇനിഷ്യലി നമ്മൾ എന്ത് ചെയ്യും, ആക്ച്വലിനെ ഫോർമലിലോട്ട് കോപ്പി ചെയ്യും. അതിനുശേഷം ലാസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഫോർമലിൽ കംപ്ലീറ്റ് നമ്മുടെ സബ് റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വാട്ട് ഒക്കേഴ്സ് ഇൻ ദ ഫോർമൽ പാരാമീറ്റർ മേ ഗെറ്റ് കോപ്പീഡ് ടു ആക്ച്വൽ പാരാമീറ്റർ. അതാണ് കോൾ ബൈ വാല്യൂ റിസൾട്ട്. ആദ്യം ആക്ച്വലി ഇരിക്കുന്നത് നമ്മൾ ഫോർമലിലോട്ട് എന്ത് ചെയ്യും, കോപ്പി ചെയ്യും. ദെൻ വി വിൽ എക്സിക്യൂട്ട് ദാറ്റ് പെർട്ടിക്കുലർ സബ് റൂട്ടീൻ. After the execution of that subroutine, what we will do, we will copy the value of formal parameter to actual parameter. ആദ്യമേ actual to formal, then formal to actual. Call by reference എന്ന് പറഞ്ഞാൽ എന്താ, we are passing the pointer of actual to formal. ആക്ച്വൽ പാരാമീറ്റേഴ്സ് ഇരിക്കുന്ന അഡ്രസ്സ് ഏതാണോ ആ അഡ്രസ്സ് ആയിരിക്കും നമ്മൾ ഫോർമലിൽ പാസ് ചെയ്യുന്നത്. ദെൻ കോൾ ബൈ നെയിം എന്ന് പറഞ്ഞാൽ എന്താ, ഇറ്റ് വർക്ക് സിമിലർ ടു കോൾ ബൈ റെഫറൻസ്. ഓൾമോസ്റ്റ് കോൾ ബൈ റെഫറൻസ് പോലെ തന്നെയാണ് കോൾ ബൈ നെയിമും വർക്ക് ചെയ്യുന്നത്. ബട്ട് ഇൻ സം കേസസ്, ദാറ്റ് ഈസ് ഇഫ് എക്സ്പ്രഷൻസ് ഒക്കെയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ് വിൽ ഇവാലുവേറ്റ് ദ ആക്ച്വൽ പാരാമീറ്റർ ഓൺ എവറി യൂസ്. ഓക്കെ, ഇപ്പം നമ്മൾ പാസ് ചെയ്യുന്നത് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു അറേ ഒക്കെ ആണെങ്കിൽ അറ്റ് ഈച്ച് ടൈം എന്ത് ചെയ്യും, ഇറ്റ് വിൽ evaluate the actual parameter. Okay, so these are the various parameter passing modes. Generally അല്ലെങ്കിൽ മോസ്റ്റ് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നത് പാസ് ബൈ, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ആണ്. ഈ പറഞ്ഞിരിക്കുന്ന എന്താണ്, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ടെക്നിക്സ്, ഈ ടെക്നിക്സ് എല്ലാം ഉണ്ട്. ഏതൊക്കെയാണ്, കോൾ ബൈ വാല്യൂ, കോൾ ബൈ റിസൾട്ട്, കോൾ ബൈ വാല്യൂ റിസൾട്ട്, ദെൻ കോൾ ബൈ reference, call by name. So this is an example which may explains what is the difference between call by value, call by reference and call by value result. ഈ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ ഇത് മൂന്നുമാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. കോൾ ബൈ വാല്യൂ, കോൾ ബൈ റെഫറൻസ് ആൻഡ് കോൾ ബൈ വാല്യൂ റിസൾട്ട്. ഓക്കെ, സോ ആദ്യമേ കോൾ ബൈ വാല്യൂ. സോ ദിസ് ഇസ് ദ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന സ്നിപ്പെറ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു എന്താണ്, പ്രോഗ്രാമിൻ്റെ ഒരു സ്മോൾ പാർട്ടിനെയാണ് നമ്മൾ സ്നിപ്പെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹിയർ വി ഹാവ് ഒരു ഗ്ലോബൽ വേരിയബിൾ എക്സിനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ എ പ്രൊസീജിയർ ഫൂവിനകത്തുള്ള ഫോർമൽ പാരാമീറ്ററാണ് വൈ ഇൻറ്റിജർ. ദെൻ വൈ ലോക്കലി ഞാൻ 3 എന്നൊരു വേരിയബിൾ വാല്യൂ കൊടുത്തിരിക്കുന്നു. ദെൻ ഐ എം പ്രിൻറ്റിങ് എക്സ്. ദെൻ അഗെയിൻ ഒരു ഗ്ലോബൽ വേരിയബിൾ എക്സ് ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് വിച്ച് ഇസ് അസൈൻഡ് വിത്ത് എ വാല്യൂ 2. ദെൻ ഐ എം കോളിംഗ് ദി ഫങ്ഷൻ ഫൂ വിത്ത് ആക്ച്വൽ പാരാമീറ്റർ എക്സ്, ദെൻ പ്രിൻറ്റ് എക്സ്. ഓക്കെ, ഈ ഫൂ എന്ന് പറഞ്ഞ ഫങ്ഷനെ കോൾ ചെയ്തല്ലോ, ആ കോളിനകത്തുള്ള പാരാമീറ്ററാണ് ഈ എക്സിനാണ് നമ്മൾ ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഫങ്ഷൻ ഡെഫിനിഷനകത്തുള്ള പാരാമീറ്ററിനെ നമ്മൾ ഫോർമൽ പാരാമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നൗ
So the execution start here. X is equal to 2, that is the global variable is assigned with the value 2. Then foo of x, foo എന്ന് പറഞ്ഞ ഫംഗ്ഷനെ കോൾ ചെയ്തു. സോ അവർ കൺട്രോൾ ഗോസ് ടു ഹിയർ. ഓക്കെ, നമ്മുടെ കൺട്രോൾ ഇങ്ങോട്ട് പോകും. Now consider I am using call by value method. Call by value method. ഓക്കെ, ഏത് മെത്തേഡാണ്? കോൾ ബൈ വാല്യൂ മെത്തേഡ്. അപ്പം എക്സിൻ്റെ വാല്യൂ ഞാൻ എങ്ങോട്ട് കൊടുക്കും? അപ്പോൾ എക്സ് 2 ഉണ്ട്, അത് അവിടെ തന്നെ പ്ലേസ് ചെയ്യും. എന്നിട്ട് എക്സിൻ്റെ വാല്യൂവിൻ്റെ ഒരു കോപ്പി, ദാറ്റ് ഈസ് ഈ 2 എന്ന് പറയുന്ന വാല്യൂ ഞാൻ എങ്ങോട്ട് കോപ്പി ചെയ്യും? വൈന് കോപ്പി ചെയ്ത് കൊടുക്കും, ഇവിടെ വൈക്ക്. ഓക്കെ, സോ വൈ ഈസ് ഈക്വൽ ടു 3. പകരം ആ 3ക്ക് പകരം ആക്ച്വലി എന്താണ്? ഇപ്പോൾ വൈയുടെ വാല്യൂ എന്തായി? വൈയുടെ വാല്യൂ 2 ആയി. ഓക്കെ, അപ്പോൾ പ്രിൻറ്റ് എക്സ് എന്ന് കൊടുക്കുമ്പോഴത്തേക്ക് എന്താണ് ആക്ച്വലി പ്രിൻറ്റ് ചെയ്യുന്നത്? എക്സിനകത്ത് എക്സിൻ്റെ വാല്യൂ തന്നെയാണ് ഇപ്പോൾ ഇവിടെ വൈക്ക് വന്നിരിക്കുന്നത്. 2 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എഗെയിൻ ഞാൻ ഇവിടെ വന്ന് ഇവിടെയും വന്ന് പ്രിൻറ്റ് എക്സ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എക്സ്? ഇവിടെ എന്താണ്? എക്സിൻ്റെ വാല്യൂ 2 തന്നെയാണ്. ഓക്കെ, അപ്പം അങ്ങനെ പ്രിൻറ്റ് ചെയ്യും. ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഹിയർ ഐ ആം കോളിംഗ് ദി ഫംഗ്ഷൻ ഞാൻ കോൾ ചെയ്തു. ദിസ് ആക്ച്വൽ പാരാമീറ്റർ. അപ്പം എക്സ് ആണ് ഞാൻ പാസ് ചെയ്യുന്നത്. എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 2. ആ 2 ഞാൻ ഇങ്ങോട്ട് പാസ് ചെയ്തു. സോ എക്സിൻ്റെ വാല്യൂം 2 ആണ്. ഇനിയിപ്പോൾ ഇവിടെ വരുമ്പോൾ വൈയുടെ വാല്യൂ എന്താക്കി മാറി? 2 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, ദെൻ പ്രിൻറ്റ് എക്സ്. എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്? എന്താണ് എക്സിൻ്റെ വാല്യൂ? 2 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇവിടെ വന്ന് ഇവിടെയും പ്രിൻറ്റിൻ്റെ എക്സിൻ്റെ വാല്യൂ ഇപ്പോൾ എന്താണ്? 2 തന്നെ. അപ്പം 2 ടൈംസ് എക്സിനെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, നൗ കൺസിഡർ ഐ ആം യൂസിങ് കോൾ ബൈ റെഫറൻസ് മെത്തേഡ്. കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കോൾ ബൈ റെഫറൻസ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആക്ച്വലി എക്സിൽ 2 എന്ന് പറഞ്ഞ വാല്യൂ ഇരിക്കുന്നു. ഒരു ലൊക്കേഷനിൽ 2 എന്ന് പറഞ്ഞ വാല്യൂ ഇരിക്കുന്നു. ആ ലൊക്കേഷനിലോട്ട് എക്സ് പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സെയിം ലൊക്കേഷനിലോട്ട് ആര് പോയിൻ്റ് ചെയ്തിരിക്കുന്നു? വൈയും പോയിൻ്റ് ചെയ്തേക്കുന്നു. ഓക്കെ, അപ്പോൾ ഒരു ലൊക്കേഷനിൽ 2 ഇരിക്കുന്നു, ആ ലൊക്കേഷനിലോട്ട് എക്സും പോയിൻ്റ് ചെയ്തു, വൈയും പോയിൻ്റ് ചെയ്തു. നൗ വൈ ഈക്വൽ ടു 3 എന്ന് കൊടുത്തു. അപ്പം ആ ലൊക്കേഷനിൽ ഇപ്പം എന്തായി മാറും? 3 ആയി മാറും. അപ്പം ആ 3 ഇരിക്കുന്ന ലൊക്കേഷനിലോട്ട് ആരൊക്കെ പോയിൻ്റ് ചെയ്തിട്ടുണ്ട്? എക്സും പോയിൻ്റ് ചെയ്തിട്ടുണ്ട്, വൈയും പോയിൻ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നൗ പ്രിൻറ്റ് എക്സ്. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? ബോത്ത് ഓഫ് ദം ആർ പോയിൻറ്റിങ് ടു 3. എന്ത്? 3 പ്രിൻറ്റ് ചെയ്യും. എല്ലാം കഴിഞ്ഞ് വീണ്ടും ഇവിടെ പ്രിൻറ്റ് എക്സ്, അവിടെയും എന്ത് തന്നെയാണ്? ബോത്ത് എക്സ് ആൻഡ് വൈ ആർ പോയിൻറ്റിങ് ടു 3. സോ വാട്ട് വിൽ ബി പ്രിൻറ്റ്? ഇറ്റ് പ്രിൻറ്റ് 3. ഓക്കെ, നൗ കോൾ ബൈ വാല്യൂ റിസൾട്ട്. കോൾ ബൈ വാല്യൂ റിസൾട്ട് മെത്തേഡിൽ ആക്ച്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി എക്സിൻ്റെ വാല്യൂ വൈയിലോട്ട് കോപ്പി ചെയ്യും. ആഫ്റ്റർ എക്സിക്യൂഷൻ എന്ത് ചെയ്യും? വാല്യൂ ഓഫ് വൈ ഈസ് കോപ്പീഡ് ടു എക്സ്. ഓക്കെ, എക്സിൻ്റെ വാല്യൂ ആദ്യമേ വൈയിലോട്ട് കോപ്പി ചെയ്യും. ദാറ്റ് ഇസ് ദിസ് 2 ഈസ് കോപ്പീഡ് ടു എക്സ്. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും? ഇവിടെ 2 പ്രിൻറ്റ് ചെയ്യും. ഇനി ആഫ്റ്റർ ദി എക്സിക്യൂഷൻ വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് വൈ? വൈ എന്താണ്? 3 ആയിരുന്നു. ആ 3നെ എങ്ങോട്ട് കോപ്പി ചെയ്യും? എക്സിലോട്ട് കോപ്പി ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് പ്രിൻറ്റ് ചെയ്യും? ഇറ്റ് വിൽ പ്രിൻറ്റ് 3. ഓക്കെ, സോ ഇനിഷ്യലി 2 പ്രിൻറ്റ് ചെയ്യും, ഫൈനലി 3 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, so this is another example which may represent call by value, value result and reference. Okay, ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒരു നോട്ട്ബുക്കും പേപ്പറും എടുത്ത് വെച്ചിട്ട് വേണം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഓക്കെ, സോ ഹിയർ ബിഗിൻ ആൻഡ് ഇൻറ്റിജർ എക്സ് എൻ എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ ഡിക്ലെയർ ചെയ്തേക്കുന്നു. ആൻഡ് പ്രൊസീജിയറിൻ്റെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ എഗെയിൻ മെയിനിൽ എൻ എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിളിന് 0 ഞാൻ അസൈൻ ചെയ്തു. ദെൻ ഐ എം കോളിംഗ് ദ പ്രൊസീജിയർ പി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ഞാൻ കോൾ ചെയ്യുന്നു. ദെൻ പ്രിൻറ്റ് ചെയ്യുന്നു, ഇൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ എന്നിൻ്റെ വാല്യൂ 0 ആണ്. പി ഓഫ് എന്നിനെ കോൾ ചെയ്യുന്നു. ഓക്കെ, പി ഓഫ് എൻ ദാറ്റ് ഇസ് ദിസ് പ്രൊസീജിയറിനെ കോൾ ചെയ്യുന്നു. ആദ്യമേ ഞാൻ കോൾ ബൈ വാല്യൂ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കോൾ ബൈ വാല്യൂ എന്ന് പറയുമ്പോൾ പി ഓഫ് എൻ. സോ ദിസ് എൻ എന്ന് പറയുന്നതാണ് എന്ത്? n is the actual parameter and k is the global parameter. ഓക്കെ, അപ്പം n എന്ന് പറയുന്നത് ആക്ച്വൽ, k ഗ്ലോബൽ. കോൾ ബൈ വാല്യൂ മെത്തേഡാണ് ഞാൻ യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ എന്നിൻ്റെ വാല്യൂ 0 ആണ്. അപ്പം ആ 0 എന്ന് പറയുന്ന വാല്യൂ ഞാൻ എങ്ങോട്ട് കോപ്പി ചെയ്ത് കൊടുക്കും? ഈ kക്ക് കോപ്പി ചെയ്ത് കൊടുക്കും. ഓക്കെ, സോ എന്നിന് 0 ആണ്, ഇപ്പോൾ kയ്ക്കും 0 ആണ്.
ദെൻ ബിഗിൻ n is equal to n plus 1. അപ്പോൾ എന്നിൻ്റെ പുതിയ വാല്യൂ എന്തായി 0 + 1 n equal to 1. k equal to k plus 4. കെയുടെ വാല്യൂ എന്ത് തന്നെയാണ് 0 തന്നെയാണ്. അപ്പോൾ 0 + 4 എന്തായി 4 ആയിട്ടുണ്ട്. പ്രിൻറ്റ് n. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 1 ആണ്. അത് ഞാനിവിടെ പ്രിൻറ്റ് ചെയ്തു, 1 പ്രിൻറ്റ് ചെയ്തു. ഓക്കെ, ദെൻ എൻഡ് ചെയ്തു. ഇങ്ങനെ പുറത്ത് വന്ന് പ്രിൻറ്റ് n. ഇവിടുത്തെ n എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ആക്ച്വലി എന്നിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ടാണ് അവിടെ വർക്ക് ചെയ്തത്. ഈ n ഇവിടെ 0 ആയിട്ട് തന്നെ ഇപ്പം എന്നിൻ്റെ വാല്യൂ എന്തായി മാറി 1 ആയിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എന്ത് ചെയ്യും പ്രിൻറ്റ് n എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് എന്നിൻ്റെ പുതിയ വാല്യൂ 1 തന്നെ പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇറ്റ് വിൽ എൻഡ്. ഓക്കെ, ദറ്റ് ഈസ് കോൾ ബൈ വാല്യൂ. ഇനി കോൾ ബൈ റെഫറൻസ് നോക്കാം. കോൾ ബൈ റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, കോൾ ബൈ റെഫറൻസിൽ നമ്മൾ എന്താണ് ഈ എന്നും ഇപ്പോൾ 0 എന്ന് പറഞ്ഞൊരു ലൊക്കേഷനിൽ ഇരിപ്പുണ്ട്. 0 എന്ന് പറഞ്ഞൊരു വാല്യൂ ഒരു ലൊക്കേഷനിൽ ഇരിക്കുന്നുണ്ട്. ആ ലൊക്കേഷനിലെ അഡ്രസ്സാണ് n പോയിൻ്റ് ചെയ്തേക്കുന്നത്. ആ അഡ്രസ്സിലോട്ട് തന്നെ ആരും പോയിൻ്റ് ചെയ്യും, കെയും പോയിൻ്റ് ചെയ്യും. ഓക്കെ, സോ n എന്ന് പറയുന്ന വാല്യൂ എവിടെ ഇരിക്കുന്നോ ആ ലൊക്കേഷനിലോട്ട് കെയും പോയിൻ്റ് ചെയ്യും, എന്നും പോയിൻ്റ് ചെയ്യും, രണ്ടുപേരും പോയിൻ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഈ പ്രൊസീജിയർ ബിഗിൻ ചെയ്തു. n is equal to 0 + 1 എത്രയായി? അപ്പോൾ ആ ലൊക്കേഷനിൽ ഇപ്പം വാല്യൂ 1 ആയി. k equal to k plus 4. അപ്പം എന്നും കെയും പോയിൻ്റ് ചെയ്തിരിക്കുന്ന ലൊക്കേഷനിൽ ഇപ്പോൾ 1 ആണ്. k equal to k plus 4. അപ്പോൾ ഇപ്പോൾ എന്താ വാല്യൂ എന്താ 1 + 4 വാല്യൂ ഇസ് 5. പ്രിൻറ്റ് n. എന്നും കെയും ഒരേ ലൊക്കേഷനിലോട്ടല്ലേ പോയിൻ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും 5 പ്രിൻറ്റ് ചെയ്യും. എഗെയിൻ പുറത്ത് വന്നിട്ട് പ്രിൻറ്റ് n. ഇവിടെയും എന്ത് തന്നെയാണ് ആ ലൊക്കേഷനിൽ തന്നെയാണ് എന്നും പോയിൻ്റ് ചെയ്തിരിക്കുന്നത്. സോ എഗെയിൻ ഇറ്റ് വിൽ പ്രിൻറ്റ് 5. ഓക്കെ, സോ 5 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. നൗ കോൾ ബൈ വാല്യൂ റിസൾട്ട്. ഓക്കെ, അപ്പം കോൾ ബൈ വാല്യൂ റിസൾട്ട് നമ്മൾ എന്താ പറഞ്ഞത്, ഇനിഷ്യലി ഇറ്റ് വിൽ കോപ്പി ദ വാല്യൂ ഓഫ് n to k ആൻഡ് ആഫ്റ്റർ ദ എന്താണ് execution of the subroutine it will copy the value of k to n. ഓക്കെ, ആദ്യമേ എന്നിൽ നിന്നും കെയിലോട്ട് കോപ്പി ചെയ്യും. കംപ്ലീറ്റ് സബ്റൂട്ടീൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കെയിൽ നിന്നും എന്നിലേക്ക് കോപ്പി ചെയ്യും. ഓക്കെ, സോ നമുക്ക് എക്സിക്യൂഷൻ നോക്കാം. n equal to 0 ഈ വാല്യൂ കെയിലോട്ട് കോപ്പി ചെയ്തു. n equal to 0 + 1 എന്താണ് 1 ആയി. k equal to എന്താണ് 0 + 4 തന്നെ പ്രിൻറ്റ് n. എന്നിൻ്റെ വാല്യൂ ഇപ്പം എന്താണ് 1 ആണ്. ഓക്കെ, കെയുടെ വാല്യൂ ഇപ്പം 4 ആണ്. ഓക്കെ, നൗ നമ്മൾ ഇതിൽ നിന്നും പുറത്തിറങ്ങുകയാണ്. അപ്പം എന്നിൻ്റെ വാല്യൂ ഞാൻ എന്താക്കും, ഇപ്പോൾ കെയിലിരിക്കുന്ന 4 ആണല്ലോ, അത് ഞാൻ എന്നിലോട്ട് കോപ്പി ചെയ്യും. എന്നിട്ട് പുറത്തിറങ്ങും. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രിൻറ്റ് n കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ എന്തായിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത് 4 ആയിരിക്കും പ്രിൻറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് 1ഉം 4ഉം. ഓക്കെ, യു ജസ്റ്റ് ടേക്ക് എ പേപ്പർ ആൻഡ് പെൻ ആൻഡ് ജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് ആൻസർ കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ഇസ് ദ കോൾ ബൈ നെയിം മെത്തേഡ്. കോൾ ബൈ നെയിം മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾമോസ്റ്റ് ഇക്വലൻറ്റ് ടു കോൾ ബൈ റെഫറൻസ് പോലെ തന്നെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ബൈ ടെക്സ്റ്റുവൽ സബ്സ്റ്റിറ്റ്യൂഷൻ കോൾ ബൈ നെയിം വർക്ക്സ് ആസ് കോൾ ബൈ റെഫറൻസ് വെൻ ആക്ച്വൽ പാരാമീറ്റർ ഈസ് സ്കെയിലർ ബട്ട് ബി ഡിഫറെൻറ്റ് വെൻ ആക്ച്വൽ പാരാമീറ്റർ ഈസ് എക്സ്പ്രഷൻ ഓർ അറേ. ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഒരു സ്കെയിലർ ക്വാണ്ടിറ്റി ആണെങ്കിൽ ഇറ്റ് വിൽ വർക്ക് സെയിം ആസ് ദാറ്റ് ഓഫ് ദി കോൾ ബൈ അഡ്രസ്. ബട്ട് ആക്ച്വൽ പാരാമീറ്റർ എന്ന് പറയുന്നത് ഇഫ് ഇറ്റ് ഈസ് an expression or an array, then we will compute the or we will re-evaluate actual parameter on each axis. Okay, call by name parameter passing re-evaluate actual parameter expression each time the formal parameter is read. Okay, if actually is a scalar variable, it is passed by reference. If the actual is an expression or array, then actual parameter is re-evaluated for each expressions. Okay, just an example. Okay, so ഇവിടെ ഇതുണ്ട് ജസ്റ്റ് p is equal to n plus 10 ഫംഗ്ഷനെ കോൾ ചെയ്തേക്കുന്നു. ഫംഗ്ഷൻ കോളാണിത്, ഒരു പ്രൊസീജിയർ കോളാണ്. അപ്പോൾ എന്നിന് 0 എന്ന് പറഞ്ഞ് ഗ്ലോബലി നമ്മൾ ഡിക്ലെയർ ചെയ്തേക്കുന്നു. ദെൻ പ്രൊസീജിയറിനെ കോൾ ചെയ്തേക്കുന്നു n plus 10. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് വരുന്നു. അപ്പം കോൾ ബൈ വാല്യൂ ആണെങ്കിൽ n plus 10, എന്നിൻ്റെ വാല്യൂ 0 ആണല്ലോ, 0 plus 10. ഓക്കെ, അപ്പം എന്നിന് 0 ആണ്. കേക്ക് എന്താണ്, കേക്ക് നമ്മൾ
10 എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ അസൈൻ ചെയ്തു. ദെൻ പ്രിൻറ്റ് കെ, എന്ത് പ്രിൻറ്റ് ചെയ്യും? 10 എന്ന് പറഞ്ഞ വാല്യൂ പ്രിൻറ്റ് ചെയ്യും. n ഈക്വൽ ടു n+1, എന്നിൻ്റെ വാല്യൂ 0 ആയിരുന്നു, അതിപ്പോൾ എന്തായിട്ട് വന്നു? 1 ആയിട്ട് മാറും. ദെൻ k ഈക്വൽ ടു പ്രിൻറ്റ് കെ, അതെന്ത് തന്നെ പ്രിൻറ്റ് ചെയ്യും? കെയുടെ വാല്യൂ 10 തന്നെയാണ്, 10 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ കോൾ ബൈ വാല്യൂവിൽ കെ അതെ 2 ടൈംസ് 10 പ്രിൻറ്റ് ചെയ്യും. നൗ കോൾ ബൈ നെയിം, നമ്മൾ ഓൾറെഡി പറഞ്ഞു കോൾ ബൈ നെയിം ഓൾമോസ്റ്റ് വർക്ക് ചെയ്യുന്നത് എങ്ങനെ തന്നെ ആയിരിക്കും? കോൾ ബൈ അഡ്രസ് അല്ലെങ്കിൽ കോൾ ബൈ റെഫറൻസ് മെത്തേഡിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ n ഈക്വൽ ടു 0, p(n+10). അപ്പം ഇനിഷ്യലി 0 ആയിരുന്നു, ദെൻ p(n+10) എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പം എന്നിൻ്റെ വാല്യൂ എന്താണ്? 10 ആണ്. അപ്പം ഈ 10 എന്ന് പറയുന്ന ലൊക്കേഷൻ, 10 എന്ന് പറയുന്ന വാല്യൂ ഏത് ലൊക്കേഷനിലാണോ ഇരിക്കുന്നത് അവിടെ ആര് പോയിൻ്റ് ചെയ്യും? എന്നും പോയിൻ്റ് ചെയ്യും, കെയും പോയിൻ്റ് ചെയ്യും, രണ്ടുപേരും പോയിൻ്റ് ചെയ്യും. ദെൻ പ്രിൻറ്റ് കെ, വാട്ട് ഈസ് ദ വാല്യൂ? ദാറ്റ് ഇസ് കെ ഹോൾഡിംഗ് 10 ആണ്, സോ 10 പ്രിൻറ്റ് ചെയ്യും. n ഈക്വൽ ടു n+1. നമ്മൾ പറഞ്ഞു എന്നും കെയും സെയിം ലൊക്കേഷൻ, 10 എന്ന് പറയുന്ന വാല്യൂ ഇരിക്കുന്ന പോയിൻറ്റിലോട്ടാണ് എന്താണ് പോയിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ n ഈക്വൽ ടു n+1 എന്ന് പറയുമ്പോഴത്തേക്ക് 10+1, എന്നിൻ്റെ വാല്യൂ എന്താണ്? 11 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിൽ 10 മാറി, ഇപ്പോൾ അവിടെ 11 ആയി. പ്രിൻറ്റ് കെ എന്ത് പ്രിൻറ്റ് ചെയ്യും? 11 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആദ്യം 10 പ്രിൻറ്റ് ചെയ്യും, ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ലൊക്കേഷൻ 11 ആകും, ദെൻ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് 11 പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. ഓക്കെ, താങ്ക് യു.